മാന്നാനം സെന്റ് എഫ്രൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 139ാമത് വാർഷികാഘോഷം നടന്നു. ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. അതേ തുടർന്ന് നമ്മുടെ കേരളത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ വിപ്ലവം ഇതൊക്കെയാണ് നമ്മുടെ നാടിനെ ഇന്നത്തെ പുരോഗതിയിലേക്ക് നയിച്ചത് എന്ന് നമുക്കറിയാം. പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിന്റെ അവസ്ഥയെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. നമുക്കറിയാം, ക്രൈസ്തവ സഭകൾ എവിടെയെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം 3 തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. 1 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, 2 ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഹോസ്പിറ്റൽസ്, 3ാമത്തേത് കാരുണ്യ ഭവനങ്ങളാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും ആതുര സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും ക്രൈസ്തവ സഭ നടത്തിയിട്ടുള്ള സംഭാവനകളാണ് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയതെന്ന് മാർ തോമസ് തറയിൽ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുവാൻ കേരളത്തെ പ്രാപ്തമാക്കിയത് ചാവറയച്ചനടക്കമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പരിശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം CMI പ്രവിശ്യയുടെ കീഴിലുള്ള മാന്നാനം സെന്റ് എഫ്രൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ഇതോടനുബന്ധിച്ച് നടന്നു. യോഗത്തിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ കുര്യൻ ചാലങ്ങാടി അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജെയിംസ് പി ജേക്കബ്, 7 ഹയർ സെക്കൻഡറി അധ്യാപകർ, 2 ഹൈസ്കൂൾ അധ്യാപകർ എന്നിവരാണ് വിരമിക്കുന്നത്. അധ്യാപക രക്ഷകർത്തൃ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. യോഗത്തിൽ പുളിങ്ങുന്ന സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും വിരമിക്കുന്ന ഫാദർ ലൂക്ക ആന്റണി ചാവറയെയും ആദരിച്ചു. വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും ഫോട്ടോ അനാച്ഛാദനവും കോർപ്പറേറ്റ് മാനേജർ റവറൻഡ് ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി നിർവഹിച്ചു. റവറൻഡ് ഡോക്ടർ സെബാസ്റ്റ്യൻ ആന്റണി അട്ടിച്ചിറ, ഫാദർ റോയ് തോമസ് മാളിയകൽ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ബെന്നിസ് കറിയ, അധ്യാപക പ്രതിനിധി മഞ്ജുഷ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാണി, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR സിന്ധുമോൾ, അധ്യാപക പ്രതിനിധി ഡോക്ടർ മിനിമോൾ കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.